I am Apsara. I am Miss India 2021 first runner-up in Madrasi group. I am a professional runway model. As a trans girl, ജനിച്ചപ്പോൾ മുതൽ നമുക്ക് എന്തായാലും ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നതല്ല. അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാവർക്കും ഇപ്പോഴും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ അത് ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ആക്ച്വലി തിരിച്ചറിയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഒരു 15, 16 സംതിങ് 13 അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. ജനിക്കുമ്പോൾ തന്നെ ഗേളാണ്, ഫിസിക്കലി മാത്രമല്ലേ ബോയ്. സോ തിരിച്ചറിയുന്നത് ജനിക്കുമ്പോൾ തന്നെ. ഞാനൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു 2 വയസ്സുള്ള ഒരു ബോയ് ബേബി ബോയിനെ പോലെയല്ലേ ബിഹേവ് ചെയ്യത്തുള്ളൂ. പക്ഷേ 2 വയസ്സിലുള്ള ഒരു ട്രാൻസ് ബേബി ഗേളിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ജനിക്കുമ്പോൾ തന്നെ ഗേളാണ്. സോ ഒരു തിരിച്ചറിയുന്നത് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ തിരിച്ചറിയും. ദെൻ എൻ്റെ ചാലഞ്ചസിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്രാൻസ് ഗേൾ ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. വീട്ടിലിരിക്കാൻ പാടില്ല, യു ഹാവ് ടു ഗോ എന്നൊക്കെ പറയും. ബട്ട് എനിക്ക് അതിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. എനിക്ക് ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ, അച്ഛൻ, ഐ വോണ്ട് ടു മെൻഷൻ ദെയർ നെയിം, ജാക്വലിൻ, ക്ലൈമറ്റ്, രണ്ടുപേർക്കും ഐ തിങ്ക് ഞാൻ താങ്ക്സ് ഒന്നും പറയുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ മറ്റുള്ള ട്രാൻസ് ഗേൾസിനെ പോലെ ഞാൻ ഒരു കഷ്ടവും പെട്ടിട്ടില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മയും അച്ഛനും ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ എന്ന് പറഞ്ഞു, സമ്മതിച്ചു. എന്നിട്ട് അവർ ഒരുപാട് സപ്പോർട്ട് തുടങ്ങിയത് ഞാൻ ഈ മോഡലിങ്ങിൽ വന്ന് അച്ചീവ് ചെയ്തു. ഉറപ്പായിട്ടും ഞാൻ അച്ചീവ് ചെയ്തായിരുന്നു, അതെനിക്ക് പറയണം. മിസ് ഇന്ത്യ 2021 ടൈറ്റിലാവട്ടെ, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭീമ ജ്വല്ലറി, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഷോസ്. സോ അതൊക്കെ ചെയ്തപ്പോൾ അവർ കുറച്ച് സപ്പോർട്ടും അക്സെപ്റ്റൻസിൻ്റെ കൂടെ സപ്പോർട്ടും തുടങ്ങി. സോ എനിക്ക് മറ്റുള്ള ട്രാൻസ് ഗേൾസ്, മറ്റുള്ള ട്രാൻസ് പേഴ്സൻ്റെ നിന്നുള്ള അവർക്കുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ്, വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, വീട്ടിലുള്ള സപ്പോർട്ട്, ലവ്, കെയർ, ഇതൊന്നും കിട്ടാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. ഐ തിങ്ക് എനിക്കൊരു ഡ്രീം പോലെ തോന്നുന്നു ഇപ്പം നിങ്ങളോട് പറയുമ്പോൾ. ദ നെക്സ്റ്റ് ബിഗ് ചാലഞ്ച് ഈസ് സർജറി. അതിൽ ഒരു ട്രാൻസ് ഗേൾസും ആ ഒരു റൂൾസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസ് ഗേളിനെ വീട്ടിൽ നിന്ന് പുറത്താകുന്നു. അപ്പം എന്നെ പുറത്താക്കിയിട്ടില്ല, എന്നാലും പുറത്താക്കിയ ട്രാൻസ് ഗേളും പുറത്താക്കാത്ത ട്രാൻസ് ഗേളിനുള്ള ചാലഞ്ചാണിത്. എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസ് ഗേളിനെ പുറത്താക്കുന്നു, ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ട്രാൻസ് ഗേളിന് സ്റ്റഡീസ് ഉണ്ടാവില്ല. എവിടെയെങ്കിലും ജോലിക്ക് പോയാലും 10,000, 12,000 ഫുഡ്, മെഡിസിൻ, അക്കോമഡേഷൻ, ഇതൊക്കെ നോക്കണം. ഒരു ട്രാൻസ് ഗേളിനുള്ള ചിലവെന്ന് പറയുന്നത് അവരുടെ സർജറി മാത്രം ഒരിക്കലും അല്ല. അവരിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഒരു ജോലിക്ക് പോയി, ഇപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിലും എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ജോലിക്ക് പോകണം. അപ്പോൾ പുറത്ത് പോയി നിൽക്കുമ്പോൾ ഈ 12,000 സാലറി വെച്ചിട്ട് എൻ്റെ ലേസർ ഹെയർ റിമൂവൽ, എൻ്റെ ഹോർമോൺസിൻ്റെ മെഡിസിൻ, മന്ത്ലി ബ്ലഡ് ചെക്കപ്പ്, പിന്നെ ഐ വാണ്ട് ടു സേവ് മണി ഫോർ മൈ സർജറി. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് ഒത്തിരി ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നല്ല ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള സർജറി ചെയ്യണമെങ്കിൽ 4 to 5 lakhs ആകും. ജസ്റ്റ് ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി മാത്രം. ദർ ഇസ് മോർ സർജറീസ്. ഇത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാനുള്ള സർജറിയാണ് ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി. അപ്പോൾ ഇത് കുറച്ച് സേവ് ചെയ്താൽ, ഇപ്പോൾ ആക്ച്വലി ആസ് എ മോഡൽ എനിക്ക് എന്തായാലും മിസ് യൂണിവേഴ്സിൽ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ എനിക്ക് 27 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് മണി ഇതൊക്കെ സേവ് ചെയ്ത് എൻ്റെ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ 27 കഴിഞ്ഞാലോ എൻ്റെ ഡ്രീം അവിടെ പോയില്ലേ? ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ഡ്രീം അവിടെ പോയില്ലേ? സോ ലോട്ട്സ് ഓഫ് ചാലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു, ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ, കുറേ പേര് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി, ഗേളായിട്ട് ജീവിക്കാൻ ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി മാത്രം ചെയ്താൽ പോരെ എന്ന്. ബട്ട് കുറേ പേര് എന്താ പറയുക, അപ്പർ ബോഡി സർജറി, ബ്രസ്റ്റ് അഗ്യുമെൻറ്റേഷൻ, ഫേസിയൽ ഫെമിനൈസേഷൻ സർജറി, ഫേസിനുള്ള സർജറി എല്ലാം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അവർ എന്താ പറയുക ഷൈൻ ചെയ്യണം, കുറച്ച് എന്താ പറയുക, അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. എല്ലാ ട്രാൻസ്കളുടെയും മൈൻഡ് സെറ്റ് ഞാൻ ഒന്ന് പറഞ്ഞിട്ട്, ലോകത്തുള്ള എല്ലാ ട്രാൻസ്കളുടെയും മൈൻഡ് സെറ്റ്, ഒരു ട്രാൻസ് ഗേൾ കണ്ണാടി നോക്കുന്നുണ്ടെങ്കിൽ അവൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നോക്കും. അത് സെക്കൻഡറി തിങ് ആയിരിക്കും. ഫസ്റ്റ് തിങ് ഗേളിനെ പോലെ ഇരിക്കണം, പെണ്ണിനെ പോലെ ഇരിക്കണം. ആരും നോട്ടീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെയാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആവണം. ഫസ്റ്റ് ഐ വാണ്ട് ടു ബിക്കം എ ഗേളിനെ പോലെ ഇരിക്കണം, എന്നിട്ടാണ് ബ്യൂട്ടിഫുൾ. അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നത്. സോ സർജറി ഉറപ്പായിട്ടൊരു വലിയ ചാലഞ്ചാണ്. സോ വന്നിട്ട് ട്രാൻസ് ഗേൾസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സോറി, ആരും അവരൊന്നും പറയരുത്.
ഇറ്റ്സ് മൈ കൈൻഡ് റിക്വസ്റ്റ്. എല്ലാം അവരുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി. അവർ ഒരു പബ്ലിക്കിൽ ഒരു ഗ്രൂപ്പിൽ പോയി നിന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ചെയ്യത്തില്ല. ആരും അവരെ നോക്കാൻ പാടില്ല, ഒരു മെയിൽ ലുക്ക് കൊണ്ടത് നോക്കാൻ പാടില്ല എന്ന് മാത്രമായിരിക്കും അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്, അവരുടെ ഒരു കോൺഫിഡൻറ്റിന് വേണ്ടിയിട്ട്. സോ അതാണ് ഒരു വലിയ ചാലഞ്ച് ട്രാൻസിഷനിൽ. ജെൻഡർ ട്രാൻസിഷൻ അതൊരു വലിയ ഒരു പാർട്ടാണല്ലോ. ഗേൾസിൻ്റെ ഒരു ലൈഫിലൊരു ജെൻഡർ ട്രാൻസിഷൻ എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഗോൾസ്, സംതിങ്. ഇറ്റ്സ് എ ബിഗ് പാർട്ട് ഓഫ് ലൈഫ്. സോ ജെൻഡർ ട്രാൻസിഷൻ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതായത് നമ്മുടെ ബോഡിയിലുള്ള മെയിൽ ഹോർമോൺസ് ബ്ലോക്ക് ചെയ്ത് ഫീമെയിൽ ഹോർമോൺസ് വി ടേക്ക്. അപ്പോൾ നമ്മൾ വി ബിക്കം മോർ ഫെമിനൈൻ ലുക്ക് ആവും. സോ ആ പീരിയഡിൽ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാം ഓൺ ദ വിമൻസിൻ്റെ പീരിയഡ്സിൽ ദേ ഹാവ് ലോട്ട്സ് ഓഫ് പെയിനിനെക്കാളും അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് മൂഡ് സ്വിങ്സ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് വിഷമാവും, അറിയാമല്ലോ, ഞാൻ പറയണ്ട ആ ഒരു കാര്യം. ഗേൾസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. അവർ മന്ത്ലി ഒരു 6-7 ഡേയ്സ് അനുഭവിക്കുന്നത് നമ്മൾ ആ ഒരു ഹോർമോൺസ് എടുക്കുന്ന എല്ലാ ദിവസവും, നമ്മൾ എല്ലാ ദിവസവും എടുക്കുമല്ലോ. ആ ഒരു മൂഡ് സ്വിങ്സ് നമുക്ക് എല്ലാ ദിവസവും 24/7 ഉണ്ടാവും. കാരണം ബോഡിയിൽ ഹോർമോൺസ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി ഫേസ് ലോട്ട്സ് ഓഫ് മൂഡ് സ്വിങ്സ്. ആ ഒരു മൂഡ് സ്വിങ്സ് ഉള്ള സമയത്ത് വീട്ടിൽ നിന്നും കൂടെ പുറത്താക്കുന്ന ട്രാൻസ് ഗേൾസിനും സൊസൈറ്റി, ജോബ് എല്ലാവരും പറയുന്നുണ്ട്. എന്താണെന്നറിയോ, ജോബ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നു ഒരിക്കലും ഇല്ല. കുറേ കമ്പനി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ട്രാൻസ് ഗേൾസിന് കുറേ കമ്പനീസ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർ ആ ഒരു ജോബിൻ്റെ ഇതാവട്ടെ, കുറേ കാര്യങ്ങൾ ഈ ഒരു മൂഡ് സ്വിങ്സിൻ്റെ കൂടെ, വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കൂടെ അവർ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ കാണും. നോർമലി ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പോൾ കാണുന്നത് ബോയ് ആണെങ്കിലോ ഗേൾ ആണെങ്കിലോ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും ഈ ഒരു പ്രോബ്ലംസിൻ്റെ കൂടെ അത് ഫേസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ബിഗ് ഡീൽ, റൈറ്റ്? ആക്ച്വലി ഞാനൊരു വില്ലേജിൽ നിന്നാണ്, BSc ഗ്രാജുവേറ്റ് ആണ്. ആക്ച്വലി എനിക്ക് മോഡൽ ആവണം എന്നൊരു ഇതും ഉണ്ടായിരുന്നില്ല. BSc കഴിഞ്ഞിട്ട് മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ വന്നപ്പോൾ നോർമലി ഫാഷൻ ഷോസിനെല്ലാം മോഡൽസിനെ മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് സ്റ്റുഡൻസിനെയാണല്ലോ കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മുടെ ബാച്ചിന് മോഡൽസിനെ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ എന്നെ കണ്ടിട്ട്, ആക്ച്വലി ഞാൻ 5'9" ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു കൊറിയോഗ്രാഫർ ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട് ട്രിവാൻഡ്രത്തിൽ നടക്കുന്ന ഒരു ഷോയുടെ. ഷോ ഈസ് ട്രാവൻകൂർ ഫാഷൻ നൈറ്റ് സീസൺ 2. അതിലൊന്ന് ഓഡിഷൻ പങ്കെടുക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഭയങ്കര പേടിച്ചിട്ട്, നല്ല കൂളായിട്ടൊന്നുമല്ല, നല്ല പേടിച്ചിട്ട്. പേടിക്കാൻ കാരണം രണ്ടായിരുന്നു. ഫസ്റ്റ് റീസൺ വന്നിട്ട് വില്ലേജിൽ നിന്ന് വരുന്നത് സിറ്റിയിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ. അപ്പോൾ എനിക്ക് ഓഡിഷൻ എങ്ങനെയായിരിക്കും എനിക്കൊന്നും അറിയില്ല, ആ ഒരു പേടിയായിരുന്നു. പിന്നെ ഒരുപാട് കോളേജസിൽ നിന്ന് 400-500 ഗേൾസൊക്കെ ഉണ്ടാവും. ഗേൾസിൻ്റെ കൂടെ ആക്ച്വലി ആ സമയത്ത് ഞാൻ ഭയങ്കര ബോൾഡൊന്നുമല്ല, ഭയങ്കര സെൻസിറ്റീവ്. ആ സമയത്ത് ആസ് എ ട്രാൻസ് പേഴ്സൺ ഞാൻ എങ്ങനെ എന്നെ എടുക്കുമോ, ഞാൻ എങ്ങനെ അവിടെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ നല്ല പേടിച്ചിട്ട് പോയി. ബട്ട് എനിക്ക് കിട്ടി. അവിടെ നിന്നാണ് സ്റ്റാർട്ടായത്. സപ്പോർട്ട് ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഞാൻ വീടും ഷൂട്ടും ഷോയും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ലൈഫാണ് എൻ്റെത്. ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടുണ്ട്. അമ്മ, അച്ഛൻ, ബ്രദറിൻ്റെ വൈഫ്, ഇവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഷൂട്ടിന് പോകണമെങ്കിലും എല്ലാത്തിനും നല്ല സപ്പോർട്ട് ചെയ്യും. ഹൗ യു പെർഫോം, ഫോട്ടോസ് അയക്ക്, ഹൗ വാസ് യുവർ മേക്കപ്പ്. പിന്നെ ഞാൻ ടൈറ്റിൽ വിൻ ചെയ്തപ്പോൾ ദേ ബിക്കം സോ ഹാപ്പി. അപ്പോൾ എനിക്ക് ആ ഹാപ്പിനെസ് കാണുമ്പോൾ ഐ വാണ്ട് ടു ഡു മോർ. സോ ഫാമിലി ഫുൾ സപ്പോർട്ട്. The most challenging photoshoot as a runway model, ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഷോസാണ്, റൺവേ ഷോസിനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഷൂട്ട്സ് കുറച്ച് കുറവാണ്. ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. അതിലും ചാലഞ്ചിങ് ആയിട്ടുള്ള ഷൂട്ട് ഒരു 2 years ബിഫോർ വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടിക്കിൻ്റെ ഷൂട്ടാണ്. ഇറ്റ്സ് എ ഹാൻഡ്ലൂം കൈൻഡ് ഓഫ് കോസ്റ്റ്യൂം. ഇറ്റ്സ് ഓസം കോസ്റ്റ്യൂം, ലൈക്ക് എന്താ പറയുക, നമ്മുടെ ആഫ്രിക്കൻ സ്റ്റൈൽ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണ്. അത് ഡിസൈൻ ചെയ്ത ശോഭ മാം, ഫോട്ടോഗ്രാഫർ ഫ്രം ദുബായ്. അതിന് സ്പെഷ്യൽ പെർമിഷൻ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ വാങ്ങി നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയം അതിൻ്റെ ഒരു വ്യൂവിലാണ് എടുത്തത്. ഇറ്റ്സ് ഓസം ഔട്ട്പുട്ട്. അത് കുറേ കഷ്ടപ്പെട്ട് ചെയ്ത ഫോട്ടോഷൂട്ട്. റൺവേ മോഡൽസിന് കൊറിയോഗ്രാഫേഴ്സ് മോസ്റ്റ്ലി ലുക്ക് ഓൺ ദെയർ ഹൈറ്റ് ബൈ ബർത്ത് ഗോഡ്സ്. ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്നസ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ സ്കിൻ ഹെൽത്ത്, ഹെയർ ഹെൽത്ത്,
ഫിസിക്, ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, നമ്മളിപ്പോൾ റൺവേ മോഡലാണെങ്കിൽ പോസ്റ്റേഴ്സ്, വാക്ക്, ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കാം. ദെൻ തേർഡ് വൺ, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ്, ഷോസ്, പിന്നെ ടീം, ഇത് നമ്മൾ നല്ല സെലക്റ്റീവായിട്ട് ചെയ്താൽ ഇത് മൂന്നും ആയിരിക്കും 3 ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ്സ്. ഉറപ്പായിട്ടും നമുക്ക് നെറ്റ്വർക്ക് വേണം, എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അതെല്ലായിടത്തും വേൾഡ് വൈഡ് ഇൻ്റർനാഷണലി നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഗ്രോത്തും ഉണ്ടാവത്തുള്ളൂ. ബട്ട് എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ എല്ലാവരെയും പറയുന്നതല്ല, മൈ എക്സ്പീരിയൻസിൽ എൻ്റെ ഓണായിട്ട് ഞാൻ കൺമുമ്പിലൊക്കെ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഫ്ലാറ്ററിങ്, ഓവർ പ്രൈസിങ്, നെറ്റ്വർക്കിംഗ് ആൻഡ് ഓവർ പ്രൈസിങ് ഈസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. സോ നമുക്ക് നെറ്റ്വർക്കിംഗ് ഓക്കെ, നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം, കോൺടാക്ട്സ് ഇത് ചെയ്യാം. പക്ഷേ എനിക്ക് ഓവർ പ്രൈസിങ്, ഫ്ലാറ്റ് അതൊന്നും ഇഷ്ടമല്ല. മീൻസ് എനിക്കറിയില്ല. അങ്ങനെ കൂടെ നിന്ന് ചാൻസിനും ഇതിനൊക്കെ വേണ്ടി കുറേ പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഒരുപാട് ചാൻസസ് കിട്ടാതെ പോയിട്ടുണ്ട്. ഞാൻ ഓവർ പ്രൈസിങ്, മലയാളത്തിൽ പറഞ്ഞ സോപ്പിട്ട് നിൽക്കുന്നതാണെന്ന് പറയും. സോ അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതില്ലാത്തതും കണ്ടിട്ടുണ്ട്, ബട്ട് അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ എം എ റൺവേ മോഡൽ. റൺവേ മോഡൽസിന് കോമൺലി അറിയാവുന്ന കുറച്ച് കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടാവും. ഡാലു, നമുക്കിവിടെയുള്ള ഡാലു സാർ, ജോർജ്, ഷാംഖാൻ, ദെയർ അസിസ്റ്റൻസ്. സോ അവരുടെ ഷോസൊക്കെ വരുമ്പോൾ അവർ വിളിക്കും, അങ്ങനെ ഷോസ് ചെയ്യും. അങ്ങനെ ഷോയിൽ എനിക്ക് കിട്ടുന്ന അങ്ങനെയാണ്. അല്ലാണ്ട് ഷൂട്ട്സിന് പറയുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മോഡൽസ് ആവാം, പിന്നെ നമ്മളെ കണ്ടിട്ടുള്ളവർ, സോഷ്യൽ മീഡിയയിൽ അറിയാവുന്നവരൊക്കെ റെഫർ ചെയ്യും, ഈ ഒരു ഷൂട്ടിന് അപ്സര ആപ്റ്റ് ആയിരിക്കും, ഷി വാസ് ഗുഡ് ഫോർ ദ എന്താ പറയുക കോൺസെപ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ കിട്ടും. മോസ്റ്റ്ലി എന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്, എനിക്ക് ഈ ഒരു പോയിന്റ് കറക്റ്റായിട്ട് ഞാൻ കൺഫേം ചെയ്തത് നമ്മുടെ DP ലൈഫ് സ്റ്റൈൽ ഹബിൻ്റെ, ഞാൻ എന്താ പറയുക, എൻ്റെ പേജ് വിൻ ചെയ്തിട്ട് വന്ന ഉടനെ വലിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു വിത്ത് മൈ ക്രൗൺ ആൻഡ് ഷാഷ്. ആ ഒരു ഷൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടിരുന്നപ്പോൾ നമ്മുടെ അരുൺ ചേട്ടൻ, പിന്നെ നമ്മുടെ അശ്വതി, അവരൊക്കെ പറഞ്ഞതാണ് അപ്സര ട്രഡീഷണലിലോട്ട് പോകണ്ട, ഹൈ ഫാഷനിലോട്ട് മാത്രം പോയാൽ മതി. അതിനുശേഷം ഞാൻ ഫുൾ ഹൈ ഫാഷൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടമായി. സോ എനിക്ക് ഹൈ ഫാഷൻ ഷൂട്ട് ചെയ്യാനാണ് കൂടുതൽ ഇൻട്രസ്റ്റും. അതിൻ്റെ ഔട്ട്പുട്ട് എൻ്റെത് നല്ല രീതിയിൽ വരികയും ചെയ്യും. ദെൻ എനിക്ക് ഇനി ചെയ്യാൻ എനിക്ക് റീക്രിയേഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എന്താ പറയുക, മെർലിൻ മാൻട്രോ, പിന്നെ മൊനാലിസ. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ ലെവൽ റീക്രിയേഷൻസ്, പിന്നെ കൈലി ജെന്നറിൻ്റെ ഷൂട്ട്സ് ലൈക്ക് സോ സംതിങ് ഒരു ഹൈ ഫാഷൻ. പിന്നെ മൂവി ഷൂട്ട്സിൻ്റെ റോൾ, എന്താ പറയുക, വണ്ടർ വുമൻ. സോ ദാറ്റ് കൈൻഡ് ഓഫ്. Of course, nationally നമ്മുടെ വെങ്കട്രാമൻ സർ, പിന്നെ ഇൻ്റർനാഷണലി കോൾ ട്രെയിലർ, ഷിൻചുങ്. ദെൻ ഡയറക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള റോൾസ് കൈൻഡ് ഓഫ് നമ്മുടെ എന്തിരൻ 2.0 എമി ജാക്സൺ, അതുപോലത്തെ റോൾസൊക്കെ. സോ നമ്മുടെ ശങ്കർ സാർ. Brand or designer of course our Manish Malhotra, Sabia Sochi. Then the brand is of course my most favorite Victoria's Secret, Gucci, and that's so Jaguar. അഡ്വൈസ് ഫോർ ട്രാൻസ് ഗേൾസ്. എനിക്കറിയാം നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, ബിക്കോസ് ഐ എം ഓൺ ദാറ്റ് ട്രാക്ക്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. എന്തായാലും നിങ്ങളുടെ ട്രാൻസിഷൻ ആവട്ടെ, എല്ലാം ആവട്ടെ, ഉറപ്പായിട്ടും നല്ല കറക്റ്റ് പ്രോസസ്സിൽ തന്നെ ചെയ്യണം. ഈവൻ ഹോർമോൺസ്, സർജറി ആവട്ടെ, ജോബ്, ഉറപ്പായിട്ടും ജോബ് വേണം. ഇതെല്ലാവരും പറയുന്ന ഡയലോഗ് ആണ്. ബട്ട് ഫിനാൻഷ്യലി വി വാണ്ട് ടു ഇൻഡിപെൻഡൻറ്റ്, എന്നാൽ നമുക്ക് എല്ലാം പറ്റുമല്ലേ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ. സോ ട്രാൻസിഷൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് യു ഹാവ് ടു ഫൈൻഡ്. ഓക്കെ. ദെൻ അപ്കമിങ് മോഡൽ ട്രാൻസ് ഗേൾസ്, അവരോട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കായിട്ടുള്ള പേജൻസ് ഉണ്ട്, അത് നല്ലതാണ്. അതും ഒരു എന്താ പറയുക, വിഷ്വലൈസേഷൻ, വിസിബിലിറ്റി, ട്രാൻസ് വിസിബിലിറ്റി, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. ഐ ലവ് ടു ഡു ദാറ്റ്, ഐ ഓൾസോ ലവ് ടു ഡു ദാറ്റ്. ബട്ട് എന്നാലും അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളെല്ലാവരും ഈ സിസ് ഗേൾസിൻ്റെ കാറ്റഗറി, ഈവൻ ഷൂട്ട്സ് ആവട്ടെ, ഷോസ് ആവട്ടെ, പേജൻസ് ആവട്ടെ, ഈവൻ മിസ് യൂണിവേഴ്സിൽ പോലും 2018 ഒരാൾ പങ്കെടുത്തില്ലേ, അത്രയും വലിയ ലോകത്തിന് ഏറ്റവും വലിയ സ്റ്റേജിൽ പോലും നമ്മൾ പോകുന്നില്ലേ. സോ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നിൽക്കാണ്ട് സിസ് ഗേൾസിൻ്റെ കൂടെ എല്ലാത്തിലും വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് എല്ലാം കിട്ടും.
മൈ പേഷ്യൻ്റ് എക്സ്പീരിയൻസ്. ഞാൻ പേഷ്യൻ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് തുടങ്ങുന്നത് 2021 എൻ്റെ പേഷ്യൻ്റ് ടൈറ്റിൽസ് എല്ലാ ക്രെഡിറ്റ്സും എൻ്റെ മെൻറ്റാർ വൺ ആൻഡ് ഓൺലി നമിത മാരിമുത്തു. നമിത മാരിമുത്തു അവരെക്കുറിച്ച് പറയണമെങ്കിൽ ഷീ ഹാസ് ലോട്ട്സ് ഓഫ് ടൈറ്റിൽസ്. ഷീ ഈസ് എ സെലിബ്രിറ്റി, ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആൻഡ് ഓൾ. അവരാണ് എന്നെ ഗൈഡ് ചെയ്തത്. അറ്റ് ഫസ്റ്റ് ഷീ ഗൈഡ് മീ ടു ഗോ മിസ് ചെന്നൈ. അതിൽ ടോപ്പ് 5 ആയിരുന്നു. ഐ എം എ 3rd റണ്ണർ. സോ അതിൽ നിന്ന് ഡയറക്റ്റ്ലി എന്താ മിസ് ഇന്ത്യയിൽ ഫൈനലിസ്റ്റായിട്ട് സെലക്ട് ആയി. ദെൻ ഐ വേൺ മിസ് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ. ഇറ്റ്സ് എ ഓസം എക്സ്പീരിയൻസ്. ഞാനൊരു റൺവേ മോഡലായിട്ട് ഒരിക്കലും ചിന്തിക്കാത്ത, അഫ്കോഴ്സ് ഞാൻ മോഡലാവുമെന്ന് ചിന്തിച്ചില്ലെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി പേജൻ്റ് ടൈറ്റിൽ വിന്നർ ആവുമെന്നും പ്രതീക്ഷിച്ചില്ല. അതിനെന്നെ ഗൈഡ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചത് എൻ്റെ മെൻറ്റാർ. Okay, bad experience from both my life and my modeling. ലൈഫിൽ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ടു ബി ഫ്രാങ്ക് എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണോ എന്തോ എനിക്ക് പബ്ലിക്കായിട്ടും ഈവൻ ഫ്രം സോഷ്യൽ മീഡിയ എനിക്ക് എൻ്റെ ലൈഫിൽ പേഴ്സണലി എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല, താങ്ക് ഗോഡ്. ദെൻ മോഡലിംഗ് ഫീൽഡിലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ 4 വർഷമായി. എനിക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഷൂട്ട്സ് ചെയ്യും. ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്. ബട്ട് കംപ്ലീറ്റ്ലി ഇല്ലെന്ന് പറയുന്നില്ല. ഉണ്ടെന്ന് വെച്ചാൽ ജെൻഡർ വൈസ് തന്നെ ഉണ്ട്. ജെൻഡർ വൈസ് അതിന് ഞാൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയാം. ഐ ആൾറെഡി ടോൾഡ് അബൌട്ട് മൈ മെൻറ്റർ നമിത മാരിമുത്തു. അപ്പോൾ അവർ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തതാണ് മിസ് വേൾഡിൽ. സോ ഷീ ഹാസ് ലോട്ട്സ് ഓഫ് കോണ്ടാക്ട്സ്, ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. സോ മിസ് ഡിവ അതിൻ്റെ ഒരു കോർഡിനേറ്റർ, ഹർ നെയിം ഈസ് ദീപിക. അപ്പോൾ ഷീ കോണ്ടാക്ട്സ് വിത്ത് മൈ മെൻറ്റർ. അപ്പോൾ എന്താ പറയുക, അവർക്ക് ഓൺ ട്രാൻസ് ഗേൾ വേണം. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പേഷ്യൻ്റായ മിസ് ഡിവ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതിലൊരു ട്രാൻസ് ഗേൾ വേണം ഫ്രം സൗത്ത് ഇന്ത്യ. സോ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഐ എം ഓക്കെ. ഓൺ ദാറ്റ് ടൈം എൻ്റെ ട്രാൻസിഷൻ കഴിഞ്ഞിട്ടില്ല. സോ എനിക്ക് ആ ഒരു സമയത്ത് അതിന് പോകാൻ പറ്റില്ല. ബട്ട് എൻ്റെ ഫോട്ടോസ് കണ്ട് സെലക്ട് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റേജിൽ എന്നെ സെലക്ട് ചെയ്തു. ബട്ട് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ കുറച്ച് സ്റ്റേജസ് ഉണ്ട്, അവരെൻ്റെ ഫോട്ടോ കാണും. എൻ്റെ എന്നല്ല, ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇത് കാര്യം തന്നെ പറയാം. പക്ഷേ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഫോട്ടോ കണ്ടിട്ട് സെലക്ട് ആയി. അപ്സര, യു ഹാവ് ഗുഡ് ഹൈറ്റ്, ഗുഡ് ഫിഗർ, യുവർ ആസം, യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ സെലക്ട് ചെയ്തു, എല്ലാം ഓക്കെ. അറ്റ് ലാസ്റ്റ് ഓൺ ദാറ്റ് ടൈം നമ്മൾ എന്തായാലും ജെൻഡർ റിവീൽ ചെയ്യും. യു ആർ നോട്ട് സെലക്റ്റഡ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് ചോദിക്കും, വാട്ട്സ് ദ റീസൺ? ബിക്കോസ് ഓഫ് യുവർ ജെൻഡർ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് ഞാൻ എന്ത് പറയണം? പിന്നെ ചിരിക്കണോ, വിഷമിക്കണോ? എനിക്ക് ആ ഒരു ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നമ്മൾ പറയണ്ട, മിസ് യൂണിവേഴ്സിൽ തന്നെ, ലോകത്ത് തന്നെ ഇൻ്റർനാഷണലി വലിയ സ്റ്റേജ്, അതിൽ ഓക്കെ ആവുന്നു. പിന്നെന്താ ഇവിടെ? അതെനിക്ക് ചിരിയാണ് വരുന്നത്, നിങ്ങൾക്കും ചിരി വരുന്നുണ്ടാവും. ഇറ്റ്സ് ഫുൾ ആൻഡ് ഫുൾ ഇമ്മച്യൂരിറ്റി. വെസ്റ്റേൺ. Tough question. Jeans. Messy. Black. Blue. High heels. Outside India. Oh my God. Manish Malhotra. Western brands. Oh, it's very tough question. Tea. Oh my God. Both. ഈ മീറ്റ് ദ മോഡൽ ഇൻ്റർവ്യൂയുടെ എക്സ്പീരിയൻസ്, ഇറ്റ്സ് ഓസം. ഇറ്റ്സ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഒരു ഇൻ്റർവ്യൂവിൽ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു. മനസ്സിൽ ഇരുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗുഡ് ഫീൽ. So thank you, bye.